ദുരന്തർ 2 കണ്ടവർക്കറിയാം ഇതിൽ തല വെട്ടി ഫുട്ബോൾ കളിക്കുന്ന ഒരു സീനുണ്ട്. ഇത് ശരിക്കും നടന്നതെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ. ഞാൻ ഈ അടുത്താണ് ദുരന്തർ 2 കണ്ടത്. ഈ പടം എനിക്ക് തിയേറ്ററിൽ പോയി കാണണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. കാരണം ദുരന്തർ 1 ഞാൻ ശരിക്കും എൻജോയ് ചെയ്ത് കണ്ട ഒരു മൂവിയാണ്. ബോളിവുഡിൽ വല്ലപ്പോഴും ഇങ്ങനത്തെ നല്ല സിനിമകൾ ഇറങ്ങാറുള്ളൂ. അങ്ങനത്തെ സിനിമകൾക്ക് ഇഷ്ടം പോലെ ഹെയ്റ്റ് കിട്ടുകയും ചെയ്യും. ഇതുപോലെയായിരുന്നു മുമ്പ് ആനിമൽ ഇറങ്ങിയപ്പോൾ. അതിലത്തെ മോറൽസ് ഒരുപാട് ഡിസ്കസ് ചെയ്യപ്പെട്ടെങ്കിലും അതൊരു ക്ലാസ് മൂവി തന്നെയായിരുന്നു. അതുപോലെ തന്നെയാണ് ദുരന്തർ 1. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി ഞാനിപ്പോൾ ജീവിക്കുന്ന UAE ദുരന്തർ 2യുടെ റിലീസ് ബാൻ ആയിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ വീക്കിൽ സിനിമ OTT ഇറങ്ങിയതിനു ശേഷമാണ് എനിക്ക് കാണാൻ സാധിച്ചത്. പക്ഷെ ഈ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായത് ദുരന്തർ 1 ഒന്നുമല്ല, അത് വെറും ഒരു സ്റ്റോറി ബിൽഡിംഗ് മാത്രമായിരുന്നു. ഈ സീരീസിന്റെ പീക്ക് വരുന്നത് ദുരന്തർ 2ലാണ്. പീക്ക് എന്ന് പറഞ്ഞാൽ പീക്ക് ഇമോഷൻസ്, പീക്ക് വയലൻസ്, ക്ലാസ് ആയാലും ശരി, മാസ് ആയാലും ശരി, ഈ സിനിമ ഒരു അബ്സല്യൂട്ട് മാസ്റ്റർ പീസ് ആണ്. പക്ഷെ ഏറ്റവും സാഡായ കാര്യം നമ്മുടെ മലയാളത്തിലെ പല പ്രമുഖ റിവ്യൂവേഴ്സും ഈ പടത്തിനെ കുറിച്ച് നെഗറ്റീവാണ് പറഞ്ഞത്. ഈ സിനിമ എങ്ങനെയുണ്ട് എന്നുള്ളതിനുപരി അവർ ഇതിലത്തെ പൊളിറ്റിക്സ് ആണ് ഡിസ്കസ് ചെയ്യണം. റിവ്യൂ പറയണമെന്ന് പറഞ്ഞിട്ട് ഈ സിനിമ എത്രത്തോളം പ്രൊപ്പഗൻഡ എന്ന് പറയാൻ അവർക്ക് നേരം ഉണ്ടായിട്ടുള്ളൂ. എനിക്ക് തോന്നുന്നു 1-2 പേരോ അശ്വന്ത് കോക്കും മറ്റുമാണ് ശരിക്കുള്ള റിവ്യൂ പറഞ്ഞത്. ഹോണസ്റ്റ് ആയിട്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഈ സിനിമ പ്രൊപ്പഗൻഡയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ഈ സിനിമയ്ക്ക് ചെറിയൊരു ബയാസ് ഉണ്ട്. അതൊരുവിധ എല്ലാ സിനിമയ്ക്കും ഉണ്ടാവും ഒരു പൊളിറ്റിക്സ് പറയാൻ. ഈവൻ ഹോളിവുഡ് മൂവീസിനും ചെറിയൊരു ബയസ് ഉണ്ട്. അല്ലാതെ കേരള സ്റ്റോറിയുടെ പോലെ ഒരു നെറേറ്റീവ് ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം എടുത്ത പ്രൊപ്പഗൻഡ ഒന്നുമല്ല. പിന്നെ എന്നെ ശരിക്കും അതിശയിപ്പിച്ച കാര്യം ഈ സിനിമയുടെ ബാക്കിൽ നടന്ന റിസർച്ച് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ തല വെട്ടി ഫുട്ബോൾ കളിക്കുന്ന സീൻ, അത് കറാച്ചിയിൽ ശരിക്കും ഉണ്ടായതാണ്, ലയാരി എന്ന് പറഞ്ഞ സ്ഥലത്ത്. അതുപോലെ ഗാങ് വാർ നടക്കുന്നതിന്റെ ഇടയിൽ ഒരു റിപ്പോർട്ടർ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് തമാശയായിട്ട് കാണിക്കുന്ന സിനിമയിൽ അതുവരെ ശരിക്കും നടന്നതാണ്. അതുപോലെ സിനിമ കണ്ടവർക്കറിയാം നോട്ട് നിരോധനത്തിന് ശേഷം ജാവേദ് ഖനാനി എന്ന് പറഞ്ഞ ഒരാളെ രൺവീർ സിംഗ് മോളിൽ തട്ടി താഴെ ഇട്ടിട്ട് സൂയിസൈഡാന്ന് വരുത്തി തീർക്കുന്നുണ്ട്. ശരിക്കും നിങ്ങൾ അന്നത്തെ ന്യൂസ് എടുത്ത് നോക്കിയാൽ അറിയാം, ഡിമോണിറ്റൈസേഷന്റെ 28ാമത്തെ ദിവസം പാകിസ്ഥാനിൽ ഫോറിൻ എക്സ്ചേഞ്ച് ട്രേഡ് നടത്തുന്നതും ഇതുപോലത്തെ ടെററിസ്റ്റ് ആക്ടിവിറ്റികൾക്ക് വേണ്ടി കള്ളനോട്ട് ഉണ്ടാക്കി ഇന്ത്യയിലേക്ക് ഒഴുക്കി വിട്ടുകൊണ്ടിരുന്ന ജാവേദ് ഖനാനി എന്ന് പറഞ്ഞ ആള് സൂയിസൈഡ് ചെയ്ത് മരിച്ചെന്ന റിപ്പോർട്ട്സ് ഉണ്ടായിരുന്നു. അതുപോലെ ഈച്ച് ആൻഡ് എവരി മൈന്യൂട്ട് ഡീറ്റെയിൽസ് കേരളത്തിലെ PFIനെ വരെ മെൻഷൻ ചെയ്യേണ്ടവർ. അതുപോലെ ഈ സിനിമ കാണിച്ചൊരു ധൈര്യമുണ്ട് എല്ലാ ആൾക്കാരുടെ പേര് അതുപോലെ കാണിക്കാൻ. ഈവൻ ദാവൂദ് ഇബ്രാഹിമിന്റെ പേരും ഫോട്ടോ അതുപോലെ വെളിപ്പെടുത്തുകയാണ്. ഇത്രയും നാള് ബോളിവുഡിൽ ഒരാൾക്കും അതിനുള്ള ധൈര്യം ഉണ്ടായിട്ടില്ല. കാരണം അറിയാലോ ബോളിവുഡിന് നല്ല കണക്ഷനാണ് ദാവൂദായിട്ടും D കമ്പനിയായിട്ടും.